ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ച നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പരിശുദ്ധനെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഥാ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ കർത്താവെ ഒരിക്കൽ കൂടെ കടന്നു വരുവാനും അപ്പാ പിതാവേ എന്ന് വിളിച്ച് ധൈര്യത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാനും നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ നാളുകളിലുമൊക്കെ അവിടുന്ന് ഞങ്ങളെ അത്ഭുതകരമായി പരിപാലിച്ചു, ഞങ്ങളെ നടത്തി, ഞങ്ങളെ നിർത്തി. അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഓരോ നിമിഷവും കർത്താവെ അവിടുത്തെ സാന്നിധ്യവും കൃപയും സൂക്ഷിപ്പും അനുഭവിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കിയിട്ടുള്ള വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ് നാഥ. ദൈവമേ, നല്ല ഗാനങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ നയിക്കുമാറാകണമേ. നമ്മുടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ആ ഉണർവിൻ്റെ ശക്തിയോ നയിക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലവും കർത്താവെ ദൈവസന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീർന്നു എന്ന് പറയത്തക്കവണ്ണം നമ്മളൊരു ദൈവ പ്രവർത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കുമാറാകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. നല്ല സങ്കീർത്തനങ്ങളെ നൽകണമേ, നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ, നല്ല ദൈവികാലോചനകളെ ശ്രമിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുവാനുള്ള പ്രാഗൽഭ്യം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഭാരത്തോടെയോ പ്രയാസത്തോടെയോ ആയിരിക്കുന്നത് ഞങ്ങൾ യഥാർത്ഥമായി അറിയുന്ന കർത്താവ് ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുമാറാകണമേ. ഇതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥാ. അവിടുത്തെ സന്നിധിയിൽ കർത്താവെ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടല്ലോ കർത്താവെ, അത് യഥാർത്ഥമായി ആസ്വദിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഇതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങളെ തന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസന്മാരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ. ആത്മാവിൻ്റെ നിറവോടെ ശക്തിയോടെ ശുശ്രൂഷകളിൽ നേതൃത്വം വഹിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഇതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മുറ്റുമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ ഈ യാചനകളും കേട്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്കെല്ലാവർക്കും ചേർന്നൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ. പാടും ഞാൻ പരമേശ്വരന് സതതം, എൻ്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരന് സതതം. പാടും ഞാൻ പരമേശ്വരനു സതതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു സതതം. അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി കൊണ്ടു കാത്തിരുന്ന കാലമതിങ്കൽ. അത്രയുമല്ല ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തി കൊണ്ടു കാത്തിരുന്ന കാലമതിങ്കൽ. ഓ ആർത്തിയെ തീർത്താവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ, ആർത്തിയെ തീർത്താവനെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ. ആർത്തി അറിഞ്ഞവൻ തന്റെ വാർത്ത എനിക്ക് യാതാൽ പാടും ഞാൻ പരമേശ്വരനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു സതതം. ഓ പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. ഓ പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രമാവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. ഓ മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മരിച്ചു ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിലാവിയാലെ പാടും ഞാൻ പരമേശ്വരനു സതതം. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു സതതം. ഓ
ആർക്കുമേവാൻ സാധ്യമല്ലാതെ ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. ആർക്കുമേവാൻ സാധ്യമല്ലാതെ ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ. പാർത്തവേനൻ ദുരിതങ്ങൾ ഓർത്തവേനൻ പ്രാർത്ഥന, പാർത്തവേനൻ ദുരിതങ്ങൾ ഓർത്തവേനൻ പ്രാർത്ഥന, തീർത്തവേനൻ ദുരിതങ്ങൾ വാഗ്ദത്തത്തിനാവിയാലെ പാടും ഞാൻ. പരമേശ്വരൂ സദനം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ. പരമേശ്വരൂ സദനം ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. ദൂതഗണം കാവലായി തന്നാനുദീനമേനിക്കവൻ, ദൂതഗണം കാവലായി തന്നാനുദീനമേനിക്കവൻ. ദൂതരാമാം ദൂതുകളും ഊനമെന്നെ നൽകിയിടുന്നു പാടും ഞാൻ. പരമേശ്വരൂ സദനം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ. പരമേശ്വരൂ സദനം കഷ്ടതയോ പട്ടിണിയോ ഭദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റേശുവെ പോലാക്കിടുന്നെ. കഷ്ടതയോ പട്ടിണിയോ ഭദ്രവമോ നഗ്നതയോ യേശുവെ പോലാക്കിടുന്നെ. ഒട്ടാനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി, ഒട്ടാനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി. ചാർത്തിടുവാനവനല്ലേ യോഗ്യനാക്കി തീർത്തതോർത്തു പാടും ഞാൻ. പരമേശ്വരൂ സദനം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ. പരമേശ്വരൂ സദനം കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണ് കൊതിച്ചിടുന്ന അധികം കുതുകമോടെ. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണ് കൊതിച്ചിടുന്ന അധികം കുതുകമോടെ. കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം കേൾക്കുവാൻ, കാലമേറെ ചെല്ലും മുൻപ് കാഹളനാദം കേൾക്കുവാൻ കാതുകളും കൊതിക്കുന്നു കാരുണ്യവാരിതേ ദേവ പാടും ഞാൻ. എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ. പരമേശ്വരൂ സദനം വാട്ടവും മാലിന്യവും ഒട്ടുമെശിടാതെയുള്ളൊരുത്തമവകാശം ലഭ്യമാകുവാൻ. വാട്ടവും മാലിന്യവും ഒട്ടുമെശിടാതെയുള്ളൊരുത്തമവകാശം ലഭ്യമാകുവാൻ. തിട്ടമായിട്ടവൻ എന്നെ ചേർത്തിടും മാടിയാറെ, തിട്ടമായിട്ടവൻ എന്നെ ചേർത്തിടും മാടിയാറെ. പാട്ടുപാടും കൂട്ടരുമായി കോടി കോടി യുഗം വാഴാൻ പാടും ഞാൻ. പരമേശ്വരൂ സദനം എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ. പരമേശ്വരൂ സദനം കഷ്ടതയോ പട്ടിണിയോ ഭദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റേശുവിടും തന്നെ. കഷ്ടതയോ പട്ടിണിയോ ഭദ്രവമോ നഗ്നതയോ കഷ്ടമേറ്റേശുവെ പോലാക്കിടും തന്നെ. ഒട്ടാനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി, ഒട്ടാനേകം സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സ്തുതി. ചാർത്തിടുവാനവനല്ലേ യോഗ്യനാക്കി തീർത്തതോർത്തു പാടും ഞാൻ. പരമേശ്വരൂ സദനം പാടും ഞാൻ. പരമേശ്വരൂ സദനം കാത്തിരിക്കുന്നവനെ കണ്ടിടുവാൻ എന്റെ കൺകൾ കൊതിച്ചിടുന്നധികം കുതുകമോടെ. കാത്തിരിക്കുന്നവനെ ഞാൻ കണ്ടിടുവാൻ എന്റെ കൺകൾ കൊതിച്ചിടുന്നധികം കുതുകമോടെ. കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം
ചെല്ലും കാഹളനാദം കേൾക്കുവാൻ കാതുകളും കോതിക്കുന്ന കാരുണ്യവാരി ദേവ പാടും ഞാൻ പരമേശ്വരനു സദാ. എന്റെ പാപമെല്ലാം പോക്കിയ പാടും ഞാൻ പരമേശ്വരനു സദാ. വാട്ടവും മാലിന്യവുമേ ഒട്ടുമേശിടാതെയുള്ളൊരുത്തമ അവകാശം ലഭ്യമാകുക. വാട്ടവും മാലിന്യവുമേ ഒട്ടുമേശിടാതെയുള്ളൊരുത്തമ അവകാശം ലഭ്യമാകുക. ഇട്ടമായിട്ട് അവൻ എന്നെ ചേർത്തിടും മാണിയാരൻ. ഇട്ടമായിട്ട് അവൻ എന്നെ ചേർത്തിടും മാണിയാരൻ. പാട്ടുപാടും കൂട്ടരുമായി കോടി കോടി യുഗം വാഴാൻ പാടും ഞാൻ പരമേശ്വരനു സദതം. എന്റെ പാപമെല്ലാം പോക്കി പാടും ഞാൻ പരമേശ്വരനു സദതം. എന്റെ പാപമെല്ലാം പോക്കിയാൽ പാടും ഞാൻ പരമേശ്വരനു സദതം. ഗോരി 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 ആമേൻ ആമേൻ ആമേൻ. Hallelujah, hallelujah, glory, 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 hallelujah, hallelujah, amen, glory, 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 hallelujah, Glory, 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 hallelujah, hallelujah, glory, 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 hallelujah, hallelujah, glory, 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 hallelujah, hallelujah, glory, glory, amen, amen, oh, glory, glory, Yeshua, glory, 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 Hallelujah, hallelujah. Thank you, Jesus. Hallelujah, hallelujah, hallelujah. ദൈവകരങ്ങളിലേക്ക് വീണ്ടും നമ്മെ താഴ്ത്തി സമർപ്പിക്കാൻ തുറന്നുള്ള ശുശ്രൂഷകളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽ നാം കൂടി വരുന്നത് അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ആമേൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ആ സന്തോഷത്തിൻ്റെ പരിപൂർണതയെ ആസ്വദിപ്പാൻ, കർത്താവ് നമ്മോട് ഇടപെടുവാൻ, സംസാരിപ്പാൻ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ പകൽക്കാലം വീണ്ടും കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് വന്നത് എങ്ങനെക്കാൾ ഉപരി അബെ ബലത്തോടെ കടന്നു പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന്, അബേ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുവാൻ, നമ്മെ അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് മഹത്വം കരേറ്റുവാൻ,
കർത്താവ് നമ്മെ ഇടയാക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് തുടർന്നുള്ള ശുശ്രൂഷകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. സർവശക്തനും മഹാകാരണവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഒരു വെള്ളിയാഴ്ച കൂടി ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങളെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് കാലിനെ വീഴ്ച നല്ല ഞങ്ങളെ രക്ഷിച്ചല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടി കടന്നു വന്ന് അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. അടിയൻ്റെ ഹൃദയം കർത്താവേ, ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിൽ തടസ്സമായി നിൽക്കില്ല. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്നതിനേക്കാൾ ഹല്ലേലൂയ ആത്മാവിൻ്റെ ഇരട്ടി ഫലം അനുഭവിച്ച് മടങ്ങിപ്പോകാൻ ഞങ്ങളെ യോഗ്യരാക്കുമാറാകണമേ. നല്ല സാക്ഷികൾ തെരുമാറാകണമേ. ഹല്ലേലൂയ. നല്ല സങ്കീർത്തനം തെരുമാറാകണമേ. ഹല്ലേലൂയ. ബലവും കൃപയും ശക്തിയേറി ദൈവകൃപ തെരുമാറാകണമേ. ഹല്ലേലൂയ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഹല്ലേലൂയ ഞങ്ങളെ യോഗ്യരാക്കുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. ആരുടെയും കർത്താവേ സ്വയം ഉയരുവാനിടയാകല്ല്. ദൈവ ഹല്ലേലൂയ സന്നിധിയിൽ ഇരിക്കുന്നുള്ള ബോധ്യത്തോടെ ഇരിപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കുമാറാകണമേ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് സന്തോഷിച്ച് ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കുമാറാകണമേ. ദൂതന്മാർ ഹല്ലേലൂയ സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ആരാധനയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കുമാറാകണമേ. ഹല്ലേലൂയ. പ്രാർത്ഥന യാതൊരെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടന സ്തോത്രം. മാനോ മഹത്വം പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. 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 സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 9-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 9. 9-ാം സങ്കീർത്തൻ്റെ അവസാനത്തെ വാക്യം 20-ാം വാക്യം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. സാംസ് 9, 9-ാം സങ്കീർത്തനം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. എന്റെ ശത്രുക്കൾ പിൻവാങ്ങലിടറി വീടോ, നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. നീ ജാതികളെ ശാസിച്ച് ദുഷ്ടനെ നശിപ്പിച്ച് അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായ്ച്ചു കളഞ്ഞു. ശത്രുക്കൾ മുടിഞ്ഞ് സദാകാലത്തെയും നശിച്ചിരിക്കുന്നു, അവരുടെ പട്ടണങ്ങളെ നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു, അവരുടെ മർമ്മകളെ ഇല്ലാതായിരിക്കുന്നു. എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതിയോടെ നേരോടെ ന്യായപാലനം ചെയ്യും. യഹോവ പീഡിതൻ ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. നാമത്തെ അറിയുന്നെങ്കിൽ ആശ്രയിക്കും, യഹോവയെ നിന്നെ അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കില്ലല്ലോ. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവേ, അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പീൻ. പ്രതികാരം ചെയ്യുന്നവരെ ഓർക്കുന്നു, യഹോവേ എന്നോട് കരുണയുണ്ടാകണമേ. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പഹിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ഞാൻ സിയോനിന്റെ വാതിലുകളിൽ നിന്റെ സ്തുതിയുടെയും സ്ഥാപിച്ചു, എന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടവന് തന്നെ. ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി, അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു. യഹോവ തന്നെ താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു, ദുഷ്ടസന്തകളുടെ പ്രവൃത്തികൾ കുടുങ്ങിയിരിക്കുന്നു. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. യഹോവേ എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലനാകരുതേ, ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ. അവർക്ക് ഭയം വരുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരല്പ നിമിഷം കൂടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനൊന്ന് മഹത്വം കരേറ്റാമല്ലോ. എല്ലാ ദരങ്ങളും തുറന്ന് കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ, നന്മകളെ, അവിടുന്ന് നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒരല്പസമയം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഇത് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയട്ടെ. കർത്താവേ, ഞങ്ങൾ നിന്നതല്ല, അവിടുന്ന് ഞങ്ങളെ നിർത്തിയതാ. അവിടുത്തെ കൃപയാ, അവിടുത്തെ ദയ, അവിടുത്തെ വിശ്വസ്തതയാ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ച, എണ്ണത്തിലൊന്നു പോലും കുറഞ്ഞു പോകാതെ ഞങ്ങളെ സൂക്ഷിച്ച അവിടുത്തെ ദയക്കായി, കൃപയ്ക്കായി ഹല്ലേലൂയ. ഓരോ ദിനവും അത്ഭുതകരമായ, അതിശയകരമായ അവയെ കർത്താവ് നടത്തുന്ന വിധങ്ങള്, അനർത്ഥങ്ങളും അപകടങ്ങളും ദുഷ്ടന്റെ തന്ത്രങ്ങളും പതിയിരുന്ന സ്ഥാനങ്ങളിൽ അവയിലൊന്നും പെട്ടുപോകാതെ സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിച്ച് അവൻ ഈ നിമിഷം വരെ പരിപാലിച്ച നടത്തിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. അവയിൽ നന്ദിയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ചേർന്ന് പാടാം. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളി ലോകെ, അങ്ങിലല്ലാതെ വേറെയില്ല എൻ ആശ്രയം, അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനെ, അങ്ങ് മാത്രമാണെൻ്റെ സർവസ്വം. ചേർന്ന് നന്ദിയോടെ നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താമല്ലോ.
അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ അങ്ങീരല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എന്നെ സർവസം അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ അങ്ങീരല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എന്റെ സർവസം ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന എന്റെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ നിൻവചനത്താ എന്നെ കഴുകേണമേ എന്റെ ഗീതം പോലെന്നെ നടത്തേണമേ ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നേ നിൻവചനത്താ എന്നെ കഴുകേണമേ നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയായി എന്നെ നയിക്കണമേ വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എന്റെ സർവസം അങ്ങേ പോലൻ ദൈവമേ ആരുള്ളി ലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയ
ആരാധന അങ്ങേക്കാരാധന യേശുവേ അങ്ങേക്കാരാധന ആരാധന യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു ഗാനവും കൂടെ കരങ്ങളെ അടിച്ചു പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കൂടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിൽ എൻ്റെ വീടിൻ്റെ മുൻപിലെത്തും, പാടിടും ജയഗീതമേ ഞാൻ പങ്കപ്പാടുകൾ ഏറ്റവനായി. ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം ഏറ്റവും. വിട്ടോടുവിൽ ഞാനും നാട്ട് വീടിന്റെ മുൻപിലെത്തും, പാടിടും ജയഗീതമേ ഞാൻ പങ്കപ്പാടുകളേറ്റവനാ. കൂടുവിട്ടോടുവിൽ ഞാനും നാട്ട് വീടിന്റെ മുൻപിലെത്തും, പാടിടും ജയഗീതമേ ഞാൻ പങ്കപ്പാടുകളേറ്റവനാ. സ്നേഹിതർ പറ്റം തിരിഞ്ഞു നിന്നു മുറ്റും വിളക്കൻ എണ്ണി തള്ളിടുമ്പോൾ, ഉറ്റവ സ്നേഹിതർ പറ്റം തിരിഞ്ഞു നിന്നു മുറ്റും വിളക്കൻ എണ്ണി തള്ളിടുമ്പോൾ, പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പച്ചത്തു ചേർന്നിരുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിൽ പച്ചത്തു ചേർന്നിരുമേ. കൂടുവിട്ടോടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും, പാടിടും ജയഗീതമേ ഞാൻ പങ്കപ്പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്കപ്പാടുകളേറ്റവനാ. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാനെന്റെ ഏകനാഥനെ നിനക്കാ. ഏകുന്നു സമസ്തവും ഞാനെന്റെ ഏകനാഥനെ നിനക്കാ. കൂടുവിട്ടോടുവിൽ ഞാൻ നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും, പാടിടും ജയഗീതമേ ഞാൻ പങ്കപ്പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്കപ്പാടുകളേറ്റവനാ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോട് കൂടെ എത്തുമ്പോൾ. പ്രാപഞ്ചികമാറും പ്രാകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോട് കൂടെ എത്തുമ്പോൾ. താക്കൾ കണക്കെ മറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. താക്കൾ കണക്കെ മറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. കൂടുവിട്ടോടുവിൽ ഞാന് വീടിന്റെ മുൻപിലെത്തും, പാടിടും ജയഗീതമേ ഞാൻ പങ്കപ്പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്കപ്പാടുകളേറ്റവനാ. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാത നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കാ. ഏകുന്നു സമസ്തവും ഞാൻ എന്റെ ഏകനാഥനെ നിനക്കാ. കൂടുവിട്ടോട്
വിട്ടോടുവിൻ ഞാൻ നാട്ട് വീടിന്റെ മുൻപിലെത്തോ പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോട് കൂടെ എത്തുമ്പോൾ പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോട് കൂടെ എത്തുമ്പോൾ കാക്കൾ കണക്കെ പ്രാപിക്കും രൂപാന്തരം കാക്കൾ കണക്കെ പ്രാപിക്കും രൂപാന്തരം കൂടുവിട്ടോടുവിൽ ഞാന് നാട്ടു വീടിന്റെ മുൻപിലെത്തോ പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ കൂടുവിട്ടോടുവിൽ ഞാന് നാട്ടു വീടിന്റെ മുൻപിലെത്തോ പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ 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 Glory, 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 hallelujah, 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 amen, 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 hallelujah, amen, amen, oh, hallelujah, 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 glory, 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 Vishwinama, Vishwinama, Bhudadara, Bhudadara, oh, hallelujah, hallelujah, glory, 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 Yeshua, amen, 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 amen. Nothing can happen. Thank you, Lord. Glory, 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 glory. Deva to this God, Deva to this God, Deva to this God. Glory, glory to God, glory, glory to God. Amen, amen. Hallelujah, അവിടുത്തെ ശക്തി ഉണ്ടായിക്കണമേ ഔണർവിന്റെ ശക്തി ഉണ്ടായിക്കണമേ
ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. Glory to God, glory to God, glory to God, glory to God. Vikarabaram. Vikarabahashababa. Urakarabalahaudabara kadagadaga shambabara kadahatara. Vikarabalahaudabara kadagadaga shambabara kadahatara. Jagal kaudabara kadagadaga shambabara. Hallelujah. 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 കർത്താവെ തുടർന്നുള്ള ആ സമയങ്ങളിലും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഭയത്തോടെ, ഭക്തിയോടെ, ഏകാഗ്രതയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കും. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. അങ്ങേക്ക് മഹത്വം കരേറ്റുവാൻ ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലിരിക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അമ്മയെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ശേഷാൽ നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സായിട്ടുള്ളവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. അമ്മയെ വിശേഷ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡേവിസ് നമ്മുടെ മധ്യയുണ്ട്. കർത്താവിൻ്റെ ദാസനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ചില പ്രിയപ്പെട്ടവർ ഈ മീറ്റിങ്ങിൽ ആദ്യമായിട്ട് സംബന്ധിക്കുന്നുണ്ട്. അതിൽ ബ്രദർ സിബിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചുള്ള കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റ് ചില പ്രിയപ്പെട്ടവരെയും കാണുന്നുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവസന്നിധിയിലായിരിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, അത് നമ്മുടെ ഏവരുടെയും ജീവിതത്തിനേറിയ അനുഗ്രഹവും. ആമേൻ, സ്തോത്രം. കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നതിന് പ്രചോദനവുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. നാം വായിച്ച സങ്കീർത്തനം അത് 9-ാം സങ്കീർത്തനമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ നല്ല ഒരു സങ്കീർത്തനം. അതിൻ്റെ ശീർഷകത്തിൽ നാം വായിക്കുന്നത്, ഈ സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് പുത്രമരണ രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നുള്ളതാണ്. ആമേൻ. ഇതിൽ പൊതുവെ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം, മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ പുറപ്പാടിന് മുൻപായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, 10ാമത്തെ ബാധയായിരുന്ന കടിഞ്ഞൂൽ സംഹാരം മിസ്രൈമിൽ ആഞ്ഞടിച്ചപ്പോൾ, ആമേൻ, അതിനോടുള്ള ബന്ധത്തിൽ അതിനെ ഓർത്തുകൊണ്ട് രചിച്ച ഒരു സങ്കീർത്തനമാണെന്ന് പൊതുവെ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റു പല അഭിപ്രായങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിലും ആ ശീർഷകത്തെ ആസ്പദമാക്കി അങ്ങനെയും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നു. ഇതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ സങ്കീർത്തനക്കാരൻ കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുന്ന മനോഹരമായൊരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. ഈ സങ്കീർത്തനത്തിലുടനീളം ആ ഒരു പദപ്രയോഗം പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. ആമേൻ. ഇന്ന് പകൽക്കാലവും ദൈവസന്നിധി വന്നിരിക്കുമ്പോൾ നാം പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഇപ്രകാരം പറയാറുണ്ട്, ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കണം. നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, ആമേൻ, നാം ഇവിടെ ശരീരം കൊണ്ടിരിക്കുമ്പോൾ തന്നെ പലയിടങ്ങളിൽ സഞ്ചരിച്ച് കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. എന്നാൽ ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവനെ ക്രിസ്തുവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ടായിരിക്കാൻ അവൻ ഇടയാക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഓർത്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്ക് ചേർന്ന് പറയുവാൻ കഴിയണം. കർത്താവേ, അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവെ എന്നെ സഹായിക്കുമാറാകണമേ. ആമേൻ. ഇന്ന് പകൽക്കാലവും അങ്ങനെ മനോഭാവമുള്ള, ചിന്തയുള്ള ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ
യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ഏതൊരു വ്യക്തിയും സ്തോത്രം തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരുവാനായിട്ട് ഇടയാകണം. സങ്കീർത്തനങ്ങളിൽ നാം വീണ്ടും വായിക്കുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അനുസരിക്കണം. നാം ഇവിടെ വായിച്ചത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, ദൈവത്തിലേക്ക് മടങ്ങി വരണം, ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തെ അനുസരിക്കണം, ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. ഇന്ന് പകൽക്കാലം സ്തോത്രം എത്ര പേർക്ക് അതിന് കഴിയോ? തുടർന്ന് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങൾ, ദൈവസന്നിധി കടന്നു വന്ന് ഏകദേശം ചില നിമിഷങ്ങൾ മാത്രമായിരിക്കുമ്പോൾ കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങനെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്തുകൊണ്ട്, നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, അങ്ങേ പോലൊരു ദൈവം വേറെ ആരുമില്ല എന്നുള്ള ചിന്തയില്ല, ആ മനോഭാവത്തിൽ അങ്ങേക്കൊന്ന് മഹത്വം കരയറ്റുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. അത്ഭുതം കണ്ടിട്ടുള്ളവർ ആ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞ നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നമുക്ക് അതരങ്ങളുള്ളത് ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാനാണ്. ആമേൻ. സ്തോത്രം. അവിടുന്ന് ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കാൻ ഇന്ന് പകൽക്കാലം ഇവിടെ നിൽക്കുമ്പോഴും അവൻ വളരെ വ്യക്തതയോടെ പറയാം. ഓരോ നിമിഷവും ഓരോ സ്റ്റെപ്പ് എടുത്ത് നാം മുമ്പോട്ട് വെക്കുന്നുണ്ടെങ്കിൽ, ഓരോ നിമിഷവും ശ്വാസം വലിച്ച് പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ, ഞാൻ പറയോ അതെൻ്റെ കർത്താവിൻ്റെ അത്ഭുതം മാത്രമാണ്, കർത്താവിൻ്റെ അത്ഭുതം മാത്രമാണ്. സ്തോത്രം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതമാണ്. ഇതിൽ പരമൊരു അത്ഭുതം വേറെ ഇല്ല. സ്തോത്രം. അത്ഭുതകരമായി, അതിശയകരമായി അവൻ ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ അവിടുന്ന് ഇടയാക്കിയെങ്കിൽ പകൽക്കാലം എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? അതെ, അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി വർണ്ണിപ്പാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. സ്തോത്രം. എല്ലാ വാക്യങ്ങളും എടുക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. 10ാമത്തെ വാക്യം ഇങ്ങനൊരു വാക്യമുണ്ട്, നിന്റെ നാമത്തെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ. ആമേൻ. സ്തോത്ര. ദൈവത്തിൻ്റെ നാം ഇപ്പം പാടിയ പാട്ട് പോലെ ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവർ, ആ ദൈവനാമത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുന്നവർ, ആമേൻ. സ്തോത്രം, ദൈവത്തെ ആശ്രയിപ്പാനിടയാകും, ദൈവത്തിന് മഹത്വം കരയേറ്റുവാനായിട്ടിടയാകും. അതിൻ്റെ 13, 14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്, യഹോവേ എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ. സ്തോത്രം. മരണത്തിന് കാരണമാകുന്ന വാതിലുകൾ പലതുണ്ട്. ആമേൻ. ആ വാതിലുകളിൽ നിന്ന് പൂർണ്ണമായൊരു ജയം ഞാൻ പ്രാപിച്ചിട്ടില്ല. എന്നാൽ മരണവാതിലുകളിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന, എന്നെ ഉദ്ധരിക്കുവാൻ കഴിയുന്ന സ്തോത്ര സർവശക്തനായ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കേവലം മരണവാതിലുകളിൽ നിന്ന് എന്നെ വിടുവിക്കുക മാത്രമല്ല, 14ാമത്തെ വാക്യം അവിടെ എടുത്തു പറയുന്നു, ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിൽ, 2 പടിവാതിലുകൾ. 1 മരണവാതിലുകളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. 2 മരണവാതിലുകളിൽ നിന്ന് എന്നെ വിടുവിച്ച സിയോൻ പുത്രിയുടെ, അതായത് സ്തോത്രം, അവൻ സിയോൻ പുത്രിയെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെ, യെരൂശലേം നഗരത്തെയും നിവാസികളെയും കുറിച്ച് പറയുകയാണ്. അവൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അത് ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് അവിടുന്ന് എന്നെ വിടുവിച്ചതിനെ കുറിച്ച് ഞാൻ വർണ്ണിക്കുവാനായിട്ടിടയായിത്തീരും. ആ ദൈവത്തിന് ഞാൻ മഹത്വം കരയേറ്റുവാനായിട്ടിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇത് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറയുവാനായിട്ട് കഴിയട്ടെ. അതെ, മരണവാതിലുകളിൽ നിന്നെ ഉദ്ധരിച്ച അവൻ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം എന്നെ നിർത്തിയിരിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് പറയുവാനായിട്ട് കഴിയുന്നത്, സ്തോത്രം, അവിടെ നിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ എന്ത് ചെയ്യും? വർണ്ണിക്കാം. സ്തോത്രം. പകൽക്കാലം എത്ര പേർക്ക് അത് പറയുവാനായിട്ട് കഴിയും? കർത്താവേ, അവിടെ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ, നടത്തിയ വിധങ്ങൾ ഞാൻ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. എപ്പോഴും നമ്മുടെ ചിന്ത നമ്മുടെ ദൈവത്തെക്കുറിച്ചായിരിക്കട്ടെ, അവിടുന്ന് നടത്തുന്ന വിധങ്ങളെക്കുറിച്ചായിരിക്കട്ടെ. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് ഒരിക്കലും നാം ചിന്തിക്കരുത്. ഞാൻ എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് പാടില്ല. സ്തോത്രം. മഹത്വം കർത്താവിന് കരയേറ്റുവാനായിട്ടിടയായിത്തീരണം. ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ചിട്ടുള്ള വാക്യം എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ, ചിൽഡ്രൻ ക്യാൻ സ്റ്റാൻഡ് ടുഗദർ ആൻഡ് വിൽ റിസൈറ്റ് ദി ബൈബിൾ വേർഡ്സ്. ജോവാന സാറ വർഗീസ് വിൽ കം ഫോർവേഡ് ആൻഡ് വിൽ ലീഡ് ദ സെഷൻ.
മൈക്ക്. Psalms 121 verses 1, 2 and 3. I lift up my eyes to the mountains. Where does my help come from? My help comes from the Lord, the maker of heaven and earth. He will not let your foot slip. He who watches over you will not slumber. ആമേൻ. ഷൗട്ട് ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്ന് അവർക്ക് വാക്യം പറയുവാനൊക്കെ കർത്താവ് അവരെ സഹായിച്ചല്ലോ. ആമേൻ. അവരെ കർത്താവ് വീണ്ടും പരിപാലിക്കണം. വിശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാം ഒക്കെ നടക്കുന്നല്ലോ. കർത്താവ് അവരെ സഹായിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹീത നിമിഷത്തിൽ ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ ദൈവം അവരെ അവിടുന്ന് ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം പരിപാലിച്ചു. ഈ ദുഷ്ടലോകത്ത് അവരെ സൂക്ഷിച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അവിടുന്ന് സൂക്ഷിക്കണമേ. ദുഷ്ടൻ്റെ ദൃഷ്ടി പതിക്കാതെ വണ്ണം അവരെ പരിപാലിക്കുമാറാകണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവരെ കാക്കുമാറാകണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. കർത്താവേ, എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരെ കർത്താവ് ബലപ്പെടുന്നതിനായി സ്തോത്രം. ആനുവൽ എക്സാം എഴുതി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കർത്താവേ, ദൈവകരങ്ങളിലേക്ക് അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, ആനുവൽ എക്സാം എഴുതി കഴിഞ്ഞ് കർത്താവെ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവ് അവരെയും സഹായിക്കുമാറാകണം. ഈ വർഷം കർത്താവ് നല്ലതുപോലെ പഠിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഒരുമിച്ച് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്താൽ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. കർത്താവിന് സ്തോത്രം. മുതിർന്ന പ്രിയപ്പെട്ടവർ, സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേക്കാം. ഇല്ല, സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന്. ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ. കഴിഞ്ഞ 2 മാസക്കാലം നാട്ടിലായിരിക്കാനും അവിടെയുള്ള കുടുംബത്തോടൊത്ത് ആരാധനയിൽ കടന്നു പോകാനും ദൈവം സഹായിച്ചു. കഴിഞ്ഞ ജനുവരി 10-ാം തീയതി എനിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു. 10-ാം തീയതി കഴിഞ്ഞു 3 ദിവസം അഡ്മിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ തിങ്കളാഴ്ച വീട്ടിൽ വന്നു. ഇപ്പോൾ 2 മാസമായില്ല. 10-ാം തീയതി ആകുമ്പോൾ 2 മാസമാവും. ഇവിടെ സെക്രട്ടറിയും പാസ്റ്ററും ഞാൻ അറിയിപ്പിച്ചിരുന്നു. പ്രാർത്ഥിച്ചു. വീണ്ടും 1 മാസം കൂടി റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. വലിയ പണിയൊന്നും ചെയ്യലെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഇന്നിവിടെ ആയിരിക്കുവാനും ഫാസ്റ്ററും കുടുംബത്തോടും ആയിരിക്കുവാനും സഹോദരി സഹോദരന്മാരായിരിക്കുവാനും ദൈവം തന്ന സഹോദരൻ സ്തോത്രം ചെയ്യുന്നു. എനിക്കും തിരുവത്താഴത്തോടത്ത് ഞാനും പങ്കുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഓർത്തുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. സ്തോത്രം. സ്തോത്രം. ദൈവം മാത്രം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സിബിൻ മാത്യു എന്നാണ്. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ പ്രദേശത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ നേരത്തെ കൂടിക്കൊണ്ടിരുന്ന സോണിയച്ചാൻ്റെ ചർച്ചിലാണ് ഞാൻ കൂടി വരുന്നത്. ഞാനിവിടെ കടന്നു വന്നത് വിസിറ്റിങ്ങിലാണ് കടന്നു വന്നിരിക്കുന്നത്. എനിക്ക് നല്ലൊരു ജോലി ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊള്ളുന്നു. തുടർന്നും എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കേണ്ടതിന് നിങ്ങളുടെ ഞാൻ പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊള്ളുകയാണ്. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ബാബു ബ്രദർ, ബാബു പൊടി കുഞ്ഞു ബ്രദറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം കഴിഞ്ഞ നാളുകളിൽ വളരെ ആത്മാർത്ഥമായി വളരെ ശ്രദ്ധയോടെ പ്രിയ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഇടയാക്കിയ ശാരീരിക സൗഖ്യമില്ലാതെയായിരുന്ന സാഹചര്യങ്ങൾ, സർജറിയിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം കർത്താവ് അവൻ അത്ഭുതകരമായി വിടുവിപ്പാൻ ഇടയായല്ലോ. ഇന്ന്
നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കരേറ്റുവാൻ കർത്താവ് ഇടയാക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. വീണ്ടും കർത്താവിൻ്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിന്, ജോലി മേഖലകളിൽ കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയ സിബിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. വിസിറ്റിനുള്ള ബന്ധത്തിലൂടെ ആയിരിക്കുന്നല്ലോ. നമ്മുടെ അറിയിച്ചതുപോലെ ഒരു ജോലി ആവശ്യമായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെ നല്ലൊരു ജോലി ലഭിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിന്, അവന് ഒരുമിച്ചുള്ള കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്ര സമയത്ത് നമുക്ക് ബോർഡ് എക്സാം എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം ഒരിക്കൽ കൂടെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആനുവൽ എക്സാം എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ആഴ്ച നടക്കുന്ന ജനറൽ ബോഡി അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന്, കർത്താവിൻ്റെ ഹിതപ്രകാരം യോഗ്യതയുള്ള പ്രിയപ്പെട്ടവർ നമ്മെ തൽസ്ഥാനങ്ങളിൽ നേതൃത്വ നിരയിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടേക്ക് കടന്നു വരുവാനായിട്ട് അവനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് പുത്രഭിഷേകത്തോടെ ശുശ്രൂഷയോടെ ഇവിടേക്ക് അയക്കുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻമാർത്തും അമർത്യയിൽ വസിക്കുന്നവനും ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ രാവിലെ സമയം ആയിരിക്കാൻ തക്കൊണ്ടും ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ്യ. അപ്പോൾ ഹാലലൂയ്യ, അങ്ങയുടെ കരത്തിൽ അപ്പോൾ ഞങ്ങൾക്ക് സഭയായി കൂടി വരുവാൻ തക്കൊണ്ടും ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. അങ്ങേ പാടി സ്തുതിപ്പാൻ അപ്പോൾ ഹാലലൂയ്യ അങ്ങേ സ്തോത്രങ്ങളെ അർപ്പിപ്പാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഹാലലൂയ്യ. അങ്ങേ താവേ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കൊണ്ടും ദൈവം തരുന്ന നല്ല കൃപകൾക്കായി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ പാടിയതുപോലെ കൂടുവിട്ടിൽ ഒടുവിലും ഞങ്ങൾ ഹാലലൂയ്യ വീടിൻ്റെ മുമ്പിലെത്തും. ഹാലലൂയ്യ. യെസ്, പാടിയിടും ജയഗീതമേ. ഹാലലൂയ്യ പാടുകൾ ഏറ്റവനായി. ഹാലലൂയ്യ. യെസ്, ഞങ്ങൾക്ക് വേണ്ടി പാടുകൾ ഏറ്റവനെ. ഹാലലൂയ്യ പാടി സ്തുതിപ്പാൻ. ഹാലലൂയ്യ ഞങ്ങളെ നടത്തിയവനെ പാടി സ്തുതിപ്പാൻ ദൈവം ഞങ്ങൾക്ക് നല്ല അവസരത്തിനായി സ്തോത്രം. ഹാലലൂയ്യ കൂട്ടി വരുന്ന അങ്ങനെ ധനത്തിനായി അങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അപ്പോൾ ഹാലലൂയ്യ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ അങ്ങയുടെ ജനത്തെ ദൈവം ഒരുക്കണമേ. ഹാലലൂയ്യ വേദനയോടെ ഭാരത്തോടെ കടന്നു വന്നെങ്കിൽ ഹാലലൂയ്യ ദൈവമേ ഹാലലൂയ്യ വിടുതലോടെ അനുഗ്രഹത്തോടെ മടങ്ങുവാൻ ദൈവം സഹായിക്കണമേ. ഹാലലൂയ്യ. അങ്ങയുടെ ബലമുള്ള കരത്തിൽ ഞങ്ങൾ ഹാലലൂയ്യ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതാ ഹാലലൂയ്യ കർത്താവിന് മഹത്വം. സാക്ഷികൾ പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ്യ പ്രാർത്ഥിക്കുന്നു. താവേ ഹാലലൂയ്യ ഞങ്ങളുടെ ദാസന് കർത്താവ് അതിയോടെ നിമിച്ച് നാട്ടിലേക്ക് കടന്നു പോകാൻ ദൈവം സഹായിച്ചല്ലോ. ഹാലലൂയ്യ അവിടെ ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപയും പരിപാലനം സഹായിച്ചു. പ്രത്യേക സർജറിയിലൊക്കെ ദൈവത്തിൻ്റെ കൃപ അനുപടിയായല്ലോ. ഹാലലൂയ്യ പിന്നെയും പൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ അരിപ്പടിയാക്കണമേ. ജോലി കാര്യത്തിലൊക്കെയും ദൈവത്തിൻ്റെ കൃപ അനുഭവം പിന്നെ സഹായിക്കണമേ. ഹാലലൂയ്യ കുടുംബ ദൈവം നിന്റെ മകനെ അനുഗ്രഹിക്കണമേ. ഇവിടെ ആയിരിക്കുമ്പോൾ ഹാലലൂയ്യ പിന്നെ ദൈവകൃപ ഹാലലൂയ്യ അനുഗ്രഹങ്ങൾ പകർന്ന് കർത്താവേ അങ്ങയുടെ നാമത്തിന് നിൻപാദക്കണം പിന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സിബിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദാസനെ കർത്താവ് ഹാലലൂയ്യ നിന്റെ മകന് ദേശത്ത് കടന്നു വരാൻ ദൈവം സഹായിച്ചല്ലോ. ഹാലലൂയ്യ ഇവിടെ കർത്താവെ കടന്നു വന്ന എൻ്റെ മകനെ കർത്താവെ ഹാലലൂയ്യ നല്ല ജോലി ലഭിക്കാൻ ദൈവം സഹായിക്കണമേ. ഹാലലൂയ്യ ആത്മീയമായി ഭൗതികമായി എല്ലാ നന്മകളാൽ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ. കൂട്ടായ്മ കർത്താവെ നിന്റെ മകനെ കർത്താവെ അനുഗ്രഹമാക്കി ദൈവം തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നാഥ ഹാലലൂയ്യ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് കർത്താവെ ഹാലലൂയ്യ ബോർഡ് എക്സാം എഴുതുന്ന കർത്താവ് പ്രത്യേക 10ലും 12ലും ഹാലലൂയ്യ കർത്താവെ ഹാലലൂയ്യ ആനുവൽ എക്സാം എഴുതുന്ന കർത്താവെ ബോർഡ് എക്സാം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതേപോലെ ആനുവൽ എക്സാം എഴുതുന്നവരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഹാലലൂയ്യ കർത്താവെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ ബലമുള്ള കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ നല്ല കർത്താവെ ഹാലലൂയ്യ നല്ലവണ്ണം എക്സാം എഴുതി നല്ല മാർക്കോടെ പാസ്സാവാൻ അവരുടെ ഭാവിയൊക്കെ ധന്യമായി തീരുവാൻ തൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഹാലലൂയ്യ കർത്താവ് അവരുടെ പേരൻസിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അവരെയും പൊതിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഹാലലൂയ്യ കർത്താവ് വരുന്ന ആഴ്ച നടക്കുന്ന ജനറൽ ബോഡി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ പകരണമേ. ഹാലലൂയ്യ ദൈവമല്ലാതെ ഒന്ന് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും ഇടവരാതെ ഹാലലൂയ്യ അങ്ങയുടെ സഭ കർത്താവ് ഹാലലൂയ്യ അങ്ങ് നടത്തുന്ന ഹാലലൂയ്യ അങ്ങ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയാണ് കർത്താവ് ഹാലലൂയ്യ. അപ്പോൾ ഹാലലൂയ്യ ദൈവ പ്രവൃത്തി നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവതപ്രകാരം ആ ഹാലലൂയ്യ എല്ലാ കാര്യങ്ങളും കാര്യപരിപാടികളും ഒക്കെ ദൈവത്തിന്റെ കൃപയനുപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹാലലൂയ്യ ഒരു ദുഷ്ടകരങ്ങളും ഹാലലൂയ്യ ആ താവേ ഹാലേ ദൈവതമല്ലാത്ത ഒരു പ്രവൃത്തി നടക്കുവാൻ ഇടവരാതെ ഹാലലൂയ്യ അങ്ങയുടെ ബലമുള്ള കരത്തിൽ അപ്പോൾ ഹാലലൂയ്യ ആദ്യോടെ എന്താ കർത്താവ് അങ്ങയുടെ സാന്നിധ്യം അനുഭവം തേക്കണോ. ഹാലലൂയ്യ അങ്ങയുടെ ജനത്തെ ദൈവം ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവിന് മഹത്വം. കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ കടന്നു വരാൻ ഹാലലൂയ്യ ഞങ്ങളോട് കടന്നു വരാനുള്ള പുതിയ പാഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസന്റെ കർത്താവ് ഹാലലൂയ്യ പേപ്പർ വർക്കിലും ഹാലലൂയ്യ കർത്താവെ ഹാലലൂയ്യ ഇവിടെ കടന്നു വരേണ്ട എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കൃപയെ ദൈവം സഹായിക്കണമേ. ഹാലലൂയ്യ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുതിയ ശക്തിയോടെ പുതിയ കൃപയോടെ കർത്താവ് ഹാലലൂയ്യ ഇവിടെ കടന്ന് കർത്താവെ അങ്ങയുടെ ജനത്തെ ഹാലലൂയ്യ ശുശ്രൂഷിപ്പാൻ ദൈവമേ ദാസനെ അധികാരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ്യ അങ്ങയുടെ ബലമുള്ള കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാഥ ഹാലലൂയ്യ തുറന്നടക്കേണ്ട വചന ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. നാഥ ഹാലലൂയ്യ ദൈവമേ ഹാലലൂയ്യ ഞങ്ങൾ കർത്താവ് ഹാലലൂയ്യ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം സഹായിക്കണം. അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ അപ്പോൾ ഹാലലൂയ്യ അരുളി ചെയ്യണമേ. അറിയും കേൾക്കുന്നുവെന്ന് ഹാലലൂയ്യ അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് ഹാലലൂയ്യ അപ്പോൾ അങ്ങയുടെ ദാസൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളെ കർത്താവ് ഹാലലൂയ്യ ഞങ്ങളെ കർത്താവ് ഹാലലൂയ്യ വളരെ പരമ
ആത്മാർത്ഥ ഹൃദയത്തോടെ അത് കൈക്കൊള്ളുവാൻ തൊക്കണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഞങ്ങളെ കൂടി കേൾപ്പിച്ച ഹല്ലേലൂയ സങ്കീർത്തനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ വർണ്ണിക്കും കർത്താവേ. ഹല്ലേലൂയ അങ്ങയുടെ അത്ഭുതങ്ങളെ ഒക്കെയും വർണ്ണിക്കും കർത്താവേ. ഹല്ലേലൂയ യെസ് അങ്ങ് ഞങ്ങളുടെ കാര്യങ്ങളും വ്യവഹാരവും നടത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ഹല്ലേലൂയ അങ്ങ് ഞങ്ങൾക്ക് ഹല്ലേലൂയ കഷ്ടകാലത്ത് അഭയമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഹല്ലേലൂയ അങ്ങേ കർത്താവേ ഹല്ലേലൂയ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവമാകിയ അങ്ങ് വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ ഞങ്ങളുടെ മരണബാധയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഹല്ലേലൂയ സിയോൻ പുത്രിയുടെ ഹല്ലേലൂയ സന്തോഷത്തോടെ ഹല്ലേലൂയ ആ വാതിലിൽ കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് തരുന്ന അവസരത്തിനായി സ്തുതിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ അങ്ങയുടെ ബലമുള്ള കർത്തിൽ ഏൽപ്പിക്കുന്നു. വചന ശുശ്രൂഷ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ദൈവം സഹായിക്കണമേ. അങ്ങ് ഞങ്ങളോട് ഇടപെടണമേ, സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത് ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന് മകത്ത് കർത്താവ് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് പ്രാഗൽഭ്യത്തോടെ ഞങ്ങൾ പങ്കെടുക്കുവാൻ നോക്കണം. ദൈവം സഹായിക്കണമേ, കൃപ വരണമേ. കടന്നു വന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ആത്മീയമായി ഭൗതികമായി ശാരീരികമായി എല്ലാ ശുഭതകളെ നൽകണമേ. ദൈവകൃപ ഭരണമേ. ഹല്ലേലൂയ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാകിയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ ജനം ഹല്ലേലൂയ ഏത് ഭാരത്തോടെ വേദനയോടെ ഹല്ലേലൂയ രോഗത്തോടെ ദുഃഖത്തോടെ കടന്നു വന്നെങ്കിൽ ഹല്ലേലൂയ അതൊക്കെ വിടുതൽ പ്രാപിച്ച് ഹല്ലേലൂയ ആശ്വാസം പ്രാപിച്ച് ഹല്ലേലൂയ അങ്ങ് കർത്താവേ ഹല്ലേലൂയ ധാരാളം മഴ പെയ്യിച്ച് ഹല്ലേലൂയ ക്ഷീണിച്ചിരിക്കുന്ന അങ്ങയുടെ ഹല്ലേലൂയ അവകാശത്തെ തണുപ്പിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. വലിയ ദൈവകൃപ അങ്ങ് പകരണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഇരുത്തണമേ. കർത്താവ് പ്രാർത്ഥനയുടെ വയ്ക്കാൻ സ്തോത്രം യേശു ക്രിസ്തു ധന്യ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. പുറപ്പാട് പുസ്തകം അതിൻ്റെ 13-ാം അധ്യായം 21-22 വാക്യങ്ങൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കുമ്പോൾ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 13 വേഴ്സസ് 21 and 22. Amen. Stotram. From children's side, somebody can read it in English louder. From before the people. വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭമായും വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറാതെ അവരോട് കൂടെ സഞ്ചരിച്ചു. ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ നാം 21-ാം വാക്യത്തിൽ വായിച്ചതുപോലെ അവർക്ക് വഴി കാണിക്കേണ്ടതിന്, ടു ലീഡ് ദം, അവർക്ക് വഴികാട്ടിയായിരിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തെയും രാത്രി അഗ്നിസ്തംഭത്തെയും ആമേൻ ദൈവം നിയോഗിച്ച് ആമേൻ നൽകി. ഇസ്രായേൽ മക്കൾക്ക് ഒരു ദൈവിക നടത്തിപ്പ് ഉണ്ടായിരുന്നു. നാം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് നടത്തിപ്പ്. സാധാരണയായി ആമേൻ പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് അനുഭവമുള്ള ദൈവമക്കളുടെ അതരങ്ങളിൽ നിന്നാണ് ഈ വാക്ക് കൂടുതൽ കേട്ട് നമുക്ക് പരിചയം. ഒരു നടത്തിപ്പുണ്ട്, നടത്തിപ്പില്ല എന്ന പദപ്രയോഗം. ആമേൻ ഇന്ന് നാം ഈ വചനഭാഗം ചിന്തിക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം തീർച്ചയായിട്ടും നാം അറിഞ്ഞിരിക്കണം. സ്തോത്രം, നടത്തിപ്പിന് ഒരു വഴികാട്ടി ആവശ്യമാണ്. ആമേൻ സ്തോത്രം, ഒരു ലീഡർ ആവശ്യമാണ്. ആ ലീഡറിൻ്റെ മുൻപിലാണ്, ആമേൻ സ്തോത്രം, ലീഡറിൻ്റെ മുൻപാകെയാണ് ഈ നടത്തിപ്പ് ഉള്ള വ്യക്തി സഞ്ചരിക്കുന്നത്. നടത്തിപ്പിന് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഗൈഡൻസ് എന്ന ഗൈഡൻസ് പറഞ്ഞു തരുവാൻ ആമേൻ സ്തോത്രം ഒരു വ്യക്തി ഇല്ല എങ്കിൽ ആ നടക്കുന്നവൻ്റെ യാത്ര ആമേൻ ശരിയാകുകയില്ല. ആമേൻ സ്തോത്രം. അതുപോലെ ഒരു വഴികാട്ടിയില്ല എങ്കിൽ വഴി തെറ്റുവാൻ സാധ്യതകളേറിയ ഈ കാലത്തും നാം സഞ്ചരിക്കുമ്പോൾ ആമേൻ നിശ്ചയമല്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാം പല വഴികാട്ടികളെയും ഉപയോഗിക്കാറുണ്ട്. സ്തോത്രം. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ഭാഗത്ത് നിന്ന് നാം ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തതയോടെ പറയട്ടെ. നമ്മുടെ ദൈവം തൻ്റെ മക്കൾക്ക് എക്കാലത്തും വഴികാട്ടിയായി
കൂടെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ പറയുക, നമ്മ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ, കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വഴി കാട്ടിയായിരുന്നു. മേഘസ്തംഭത്തെ അവർക്ക് കൽപ്പിച്ചാക്കി, അഗ്നിസ്തംഭത്തെ അവർക്ക് കൽപ്പിച്ചാക്കി. എന്തിനു വേണ്ടി? മാറാതെ അഗ്നിസ്തംഭവും മേഘസ്തംഭം അവരോട് കൂടെ ഇരുന്നത് അവർ സൗഖ്യത്തോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ കനാൻ നാട്ടിൽ എത്തിച്ചേരേണ്ടതിനാണ്. സ്തോത്രം. ഈ യാത്രയിൽ ദൈവത്തിൻ്റെ പൈതലെ, ചെങ്കടൽ കടന്ന സാഹചര്യമുണ്ട്, യോർദാൻ കടന്ന സാഹചര്യമുണ്ട്, യുദ്ധങ്ങളുണ്ടായ സാഹചര്യങ്ങളുണ്ട്. ഇതിൻ്റെ മധ്യത്തിൽ പല പിറുപിറുപ്പിൻ്റെയും സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒരു എരിഹോ മതിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രതിസന്ധികളില്ല എന്നല്ല. സ്തോത്രം. വഴികാട്ടിയായി ദൈവിക സാന്നിധ്യം കൂടെയുള്ളപ്പോൾ, കനാൻ നാട്ടിലെത്തിക്കാമെന്നുള്ള വാഗ്ദത്തം ചെയ്തവന്റെ സാന്നിധ്യം കൂടെയുള്ളപ്പോൾ, അവൻ എത്തിക്കാമെന്ന് പറഞ്ഞവൻ വിശ്വസ്തനാകയാൽ, വാക്ക് മാറാത്തവനാകയാൽ എന്ന് പകൽക്കാലം ഇസ്രായേൽ ജനത്തോട് കൂടെയിരുന്ന ദൈവിക സാന്നിധ്യവും നടത്തിപ്പോ, സ്തോത്രം, ഇന്ന് പകൽക്കാലം ഇവിടെ കൂടെയിരിക്കുന്ന ദൈവമക്കളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. ഞാൻ അതുകൊണ്ട് വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യം ദൈവമക്കളോട് പറയാം. പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും ഇനി പലപ്പോഴും നാം അവിശ്വസ്തരായി പിറുപിറുപ്പിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴോ വിശ്വസ്തനായി നമ്മുടെ കർത്താവ് നിലനിൽക്കുകയോ നമ്മെ അതിശയകരമായി നടത്തുകയും ചെയ്യുന്ന അവിടുത്തെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ആ വചനം പറയുന്ന അവിടെ നിന്ന് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം. സ്തോത്രം. ഈ ഭൂമിയിൽ നാം സഞ്ചരിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, നിത്യതയിലേക്കുള്ള യാത്രയിൽ യഥാർത്ഥമായ വഴിയിലൂടെ അവൻ സഞ്ചരിക്കുവാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ അവൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തന്ന ആ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയച്ച ഒരു ഗൈഡായി നമുക്ക് നമ്മുടെ മുൻപിൽ നിന്ന് സ്തോത്രം പറയുന്നു, മകനെ ഇതാകുന്നു വഴി, നീ ഇതിലൂടെ സഞ്ചരിക്കണമെന്ന് പറയുമ്പോൾ സ്തോത്രം പകൽക്കാലം ചോദിക്കട്ടെ, എത്ര പേര് സ്തോത്രം ആ വഴി കാട്ടിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. സങ്കീർത്തനം 25:9 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ സൗമ്യതയുള്ളവരെ ന്യായത്തിൽ നടത്തുന്നു, അവരെ തൻ്റെ വഴി. ഒരു കാര്യം ശരിയല്ലേ, നമ്മുടെ ദൈവം വഴി പഠിപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഏത് വഴിയിലൂടെയാണ് യാത്ര ചെയ്യേണ്ടതെന്ന് സ്തോത്രം അവൻ പറഞ്ഞു കൊടുക്കുന്ന ദൈവമാണ്. അവൻ ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? അതിൻ്റെ മുകളിലത്തെ വാക്യം ശ്രദ്ധിച്ച് വായിക്കണം. സൗമ്യതയുള്ളവരെ ദൈവം ന്യായത്തിൽ നടത്തുന്നു. സ്തോത്രം. അപ്പം ആമേൻ, ദൈവവചനം ഏറ്റെടുത്ത് ദൈവം പഠിപ്പിക്കുന്ന വഴി ആമേൻ, സ്തോത്രം, താല്പര്യത്തോടെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവരെയാണ് ദൈവം വഴി പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. സ്തോത്രം. അവൻ ദൈവവചനത്തിലൂടെ നടക്കുന്നവനെ ദൈവത്തിൻ്റെ നടത്തിപ്പ് യഥാർത്ഥമായി അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് യോശുവയോട് പറഞ്ഞത്, ഈ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്, മാറരുത്. സ്തോത്രം. ഇതാകുന്നു നിനക്ക് വഴികാട്ടിയായിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, അമ്മേ, നാം എത്രയോ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, അമ്മേ, വചനങ്ങൾ ധ്യാനിക്കാറുണ്ട്. എന്നാൽ എത്രയോ പ്രാവശ്യങ്ങൾ സ്തോത്രം ഈ വചനം യഥാർത്ഥമായി ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ഒന്ന് ക്രിയ ചെയ്ത 30, 60, 100 മേരിയായി ഫലം കായ്ച്ച് അവിടുന്ന് നൽകി തരുന്ന ആലോചനയിലൂടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. അങ്ങനെയുള്ളവര് ഇതിനകത്തുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ദൈവവഴി പഠിക്കണം എന്ന ആഗ്രഹമുള്ളവര് ഉണ്ടെങ്കിൽ സ്തോത്രം, അവര് സ്വയം തികഞ്ഞവരാണെന്ന് കരുതരുത്. ആമേൻ. ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കരുത്. ആമേൻ. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം, ഇതൊരു സാഗരമാണ്. ആമേൻ. എത്ര കേട്ടാലും മതിയാകുകയില്ല.
ആമേൻ സ്തോത്രം. ഇറ്റ് ഈസ് ന്യൂ എവരി മോർണിംഗ്. എല്ലാ ദിവസവും പുതിയതായി ദൈവികാലോചന നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ, സ്തോത്രം, തേനിലും തേൻകട്ടയിലും മധുരമായത് നമ്മിലേക്ക് എത്തിച്ചേരുമ്പോൾ, ദൈവികാലോചന നമ്മിലേക്ക് എത്തിച്ചേരുമ്പോൾ, സ്തോത്രം, അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ആ വചനപ്രകാരം ദൈവം പഠിപ്പിക്കുന്ന വഴിയിലൂടെ സഞ്ചരിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ ഈ ജീവിത യാത്ര ഏറ്റവും അനുഗ്രഹമായി തീരും. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവിടുത്തെ പരസ്യ ശുശ്രൂഷ വേളയിൽ ആമേൻ സ്തോത്രം ഈ വചനം ഗ്രഹിക്കുന്നതിനെ കുറിച്ച് വളരെ മനോഹരമായ ഒരു ഉപമ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ ആരംഭവാക്യം മുതൽ ഈ ഉപമ കർത്താവ് പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അവിടെ ആ വലിയ പുരുഷാരം കൂടി വന്നിരിക്കുമ്പോൾ ആമേൻ വിതയ്ക്കുവാൻ പുറപ്പെടുന്ന ഒരു വിധക്കാരൻ്റെ ഉപമ വളരെ വ്യക്തതയോടെ അവിടെ പറഞ്ഞു. ഈ ഉപമ മാത്രമല്ല, അതിൻ്റെ വിശദീകരണവും കർത്താവ് നൽകി, വ്യാഖ്യാനവും കർത്താവ് നൽകിയതുകൊണ്ട് സ്തോത്രം പ്രത്യേകാൽ അവന് ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ സ്തോത്രം ആ ഉപമ ഒന്ന് കൂടെ കേട്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഇന്ന് പകൽക്കാലവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും മുന്നോട്ടുള്ള യാത്രയ്ക്കും അനുഗ്രഹമായി തീരുമെന്ന് സ്തോത്രം ഉള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലവും ഒരിക്കൽ കൂടെ ഞാൻ ഉപമയൊന്ന് ഓടിച്ചൊന്ന് ആമേൻ സ്തോത്രം പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാ. അതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് 4-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കുകയാ. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അതെന്ത് ചെയ്തു? തിന്നുകളഞ്ഞു. രണ്ടാമത്തേത്, ചിലത് പാറസ്ഥലത്ത് വീണു. ആ പാറസ്ഥലത്ത് വീണതിന് മണ്ണിന് താഴ്ചയില്ലാകയാൽ ക്ഷണത്തിൽ എന്ത് ചെയ്തു? മുളച്ചു വന്നു. അടുത്ത വാക്കിങ്ങനെ എഴുതിക്കുന്നത്, സൂര്യൻ ഉദിച്ചപ്പോൾ, അതായത് ഒന്ന് ചൂട് തട്ടിയപ്പോൾ അതെന്ത് ചെയ്തു? വേരില്ലായകയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലതോ മുള്ളിനടിയിൽ വീണു, മുള്ളു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, അത് 100, 60, 30 മേനിയായി വിളഞ്ഞു. അടുത്ത വാക്ക് എന്താണെന്നറിയാമോ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. എത്ര മനോഹരമായൊരു വാക്ക്. ഞാനിങ്ങനെ ചിന്തിക്കുക, സ്തോത്രം, കർത്താവ് ഇത് പറഞ്ഞിട്ടും കേൾക്കാത്ത എത്രയോ പേരവിടെ കാണും. അതുകൊണ്ട് കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞ സ്തോത്രം, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഗ്രഹിക്കാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ, ഏറ്റെടുക്കാൻ കഴിയുന്നവൻ ഏറ്റെടുക്കട്ടെ. അങ്ങനെയുള്ള ഇവരുടെ ജീവിതം ഏത് കാലത്തും അനുഗ്രഹമായിരിക്കും. ഈ വചനം അവർക്ക് വഴികാട്ടിയായിരിക്കും. അങ്ങനെയുള്ളവർ വചനത്തിലൂടെ സഞ്ചരിക്കും. അവർ മാത്രമല്ല, അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുമെന്നതിൽ തെല്ലും സംശയമില്ല. സ്തോത്രം. ഇതിൻ്റെ വിശദീകരണവും കൂടെ പ്രിയപ്പെട്ടവരൊന്ന് വായിക്കുന്നത്, ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. വിതയ്ക്കുന്നവൻ്റെ ഉപമ കർത്താവ് വിശദീകരിക്കുന്ന 18-ാമത്തെ വാക്യം മുതൽ നമ്മുടെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നതിൻ്റെ വിശദീകരണം ചോദിക്കുമ്പോൾ കർത്താവ് നൽകുന്ന വിശദീകരണമുണ്ട്. അത് 18-ാമത്തെ വാക്യം മുതൽ എഴുതിയിരിക്കുകയാണ്. എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊള്ളുവേൻ. ഒരുത്തൻ, ആ വചനത്തിൻ്റെ പ്രത്യേകത, ഈ വചനത്തിൻ്റെ പ്രത്യേകത രാജ്യത്തിൻ്റെ വചനമാണ്. സ്തോത്രം. അതാണ് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വചനം, കെട്ടുകഥയല്ല, കെട്ടുകേൾവിയല്ല. സ്തോത്രം. നാട്ടിലുള്ള സംഭവങ്ങൾ വിവരിക്കുന്നതല്ല, രാജ്യത്തിൻ്റെ വചനമാണ്. ഈ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിതയ്ക്കപ്പെടുന്നത് എടുത്തു കളയുന്നു. സ്തോത്രം. ഈ വചനം കേട്ടു, അത് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞ അന്നേരം വേറെ പണിക്ക് പോകും. സ്തോത്രം. അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് മൊബൈലിൽ കുത്താനും, അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് വേറെ വേറെ ബിസിനസ്സുകൾ നടത്താനും, അടുത്തുള്ളവർക്ക് ചെവി ചെന്നിട്ട് സ്തോത്രം ഓരോ വാക്കുകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് എതിർവാക്ക് പറയാനും പോകുമ്പോൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, ദുഷ്ടൻ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. സ്തോത്രം. പൈശാചികനായവൻ എങ്ങും പോയിട്ടില്ല. സ്തോത്രം. ഓരോ ദൈവ പൈതലിനെയും തകർത്ത് കളയേണ്ടതിന് അരികെ നിൽപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. ദുഷ്ടൻ വന്നിട്ട് എന്ത് ചെയ്യും? വചനം അവൻ ഇത് ഗ്രഹിക്കരുത്. നീ ഗ്രഹിച്ചാൽ നന്നാകും. സ്തോത്രം. ആലോചന ഏറ്റെടുത്താൽ അതൊരു വിടുതലായിട്ട് മാറും. അവൻ പ്രശ്നത്തിന് പരിഹാരമായിട്ട് മാറും. ആ പ്രശ്നത്തിന് പരിഹാരം വരാൻ പാടില്ല എന്നാ ദുഷ്ടൻ ചിന്തിക്കുന്നത്.
സ്തോത്രം. അങ്ങനെ സ്തോത്രം ദുഷ്ടൻ വന്നിട്ട് അത് ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്തു? ആമേൻ. പറയട്ടെ, ദൈവിക ആലോചനയ്ക്ക് ചെവി കൊടുക്കാത്ത ആരുണ്ടോ അവരിലെല്ലാം സ്തോത്രം, നമ്മൾ എത്ര വിശ്വാസിയാണെന്ന് പറഞ്ഞാലും, എത്ര പാസ്റ്ററാണെന്ന് പറഞ്ഞാലും, എത്ര പ്രസംഗിക്കുന്നവരാണെന്ന് പറഞ്ഞാലും, ഏത് സമയത്തും സ്തോത്രം പൈശാചികന്റെ പരീക്ഷണം ആരിലും കടന്നു വരാമെന്നുള്ള യാഥാർത്ഥ്യം നാം മറക്കരുത്. നാം അവസരം കൊടുത്താൽ സ്തോത്രം തകർത്ത് കളയുവാൻ തക്കം നോക്കി ഇരിക്കുന്ന പൈശാചിക മണ്ഡലമുണ്ട്. ഇന്ന് പകൽക്കാലവും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ആത്മാർത്ഥതയോടെ ദൈവാത്മാവിന്റെ നിയോഗത്തിൽ ദൈവികാലോചന വ്യക്തമായിട്ട് അറിയിക്കട്ടെ. സ്തോത്രം. വചനത്തിന്റെ മുൻപാകെ താഴ്ന്നു കൊടുക്കുവാൻ സമർപ്പണമുള്ള പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. 2 അവിടെ എഴുതിയിരിക്കുക, ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എന്ത് ചെയ്യുക? എടുത്തു കളയുന്നു. ഇതത്ര വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. 2 പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടത്. ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ എന്ത് ചെയ്യുന്നു? എത്ര കൃത്യമായിട്ടാണ് കർത്താവ് ഈ ഭാവമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഉടനെ സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നു? കൈക്കൊള്ളുന്നു. എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുക, എങ്കിലും വേരില്ലായികയാൽ അവൻ ഈ കേൾക്കുമ്പോൾ എന്തുണ്ട്? കയ്യടിയുണ്ട്. കേൾക്കുമ്പോൾ എന്തുണ്ട്? സ്തോത്രമുണ്ട്. ആലയം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ മൊത്തം എന്ത് ചെയ്തു? എവിടേക്ക് പോയെന്ന് പോലും അറിയത്തില്ല. നമ്മളങ്ങനെ ഉള്ളവരെ കുറിച്ച് ചിലപ്പോൾ പറയാറുണ്ട്, ഇതിലേ കൂടെ കേട്ടിട്ട് ഇതിലേ കൂടെ എന്ത് ചെയ്യും? കളഞ്ഞും. സ്തോത്രം. ഇത് ഹൃദയത്തിനകത്തേക്ക് കടക്കുന്നില്ല. അതിൻ്റെ കാരണം സ്തോത്രം അവൻ ഒരു അടിസ്ഥാനം യഥാർത്ഥമായി ഇട്ടിട്ടില്ല. സ്തോത്രം. ദൈവവുമായിട്ടുള്ള യഥാർത്ഥമായ ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. വിശ്വാസിയാണോ? ആണ്. കൈയടിക്കുന്നുണ്ടോ? കൈയടിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. അവൻ സ്തോത്രം പറയുന്നുണ്ടോ? സ്തോത്രം പറയുന്നുണ്ട്. എന്നാൽ കേൾക്കുന്ന വചനം യഥാർത്ഥമായി ഹൃദയത്തിന്റെ അകത്തേക്ക് കടക്കുവാൻ കഴിയാതെ ഒന്നും കൂടെ വ്യക്തമാക്കിയ നിരാശയോടെ വന്നിട്ട്, ഏറെ നിരാശയോടെ കടന്നു പോകുന്ന സാഹചര്യം, വാടിയ മുഖത്തോടെ വന്നിട്ട് അതിലും വലിയ വാടിയ മുഖത്തോടെ കടന്നു പോകുന്ന സാഹചര്യം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ ആ സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളത്. അവ ഇന്ന് പകൽക്കാലം ഈ കേൾക്കുന്ന വചനം അടിസ്ഥാനത്തോടെ ഹൃദയത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ വ്യക്തതയോടെ വിളിച്ചു പറയാം, സ്തോത്രം, നമുക്ക് വഴികാട്ടിയായി ഈ വചനം എക്കാലവും നിലകൊള്ളും. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ പ്രതികൂലങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും തകർന്നു പോകത്തില്ല. അങ്ങനെയുള്ളവർ പ്രശ്നങ്ങൾ വന്നാലും ധൈര്യത്തോടെ വിളിച്ചു പറയോ, എന്നെ നടത്തുന്ന ഒരു കർത്താവുണ്ട്, എന്നെ അവൻ അതിശയകരമായി പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. അവിടുന്ന് എനിക്ക് വഴികാട്ടിയായിരിക്കുന്നിടത്തോളം കാലം അവൻ ഈ പ്രതികൂലവും കടന്നു പോകുമ്പോൾ അവിടുന്ന് എന്നെ ഇടയാക്കും, അവിടുന്ന് എനിക്ക് അവസരം തരും. സ്തോത്രം. പ്രൈസ് ഗോഡ്. 3 എഴുതിയിരിക്കുക, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും, അടുത്ത വാക്കെന്താണ്? വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി. ആമേൻ. ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോഴും ലോകത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പാട്ടുപാടി നമ്മൾ കൂടുവിട്ടൊടുവിൽ ഞാനൻ നാട്ടിലൻ, വളരെ മനോഹരമായ അർത്ഥവത്തായ ഒരു ഗാനം. അതിനകത്തെ ഒരു സ്റ്റാൻസ, ലോകമെനിക്കു വേണ്ട, ലോകത്തിൻ പോകണമേശുവിൻ പാത നോക്കി, ലോകമേ ഏകുന്നു സമസ്തവും ഞാനൻ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ചില നിമിഷങ്ങൾ, അത് 2 മണിക്കൂറാകട്ടെ 2.5 മണിക്കൂറാകട്ടെ, അതിൽ കൂടുതൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നില്ലല്ലോ. ആ ഇരിക്കുന്ന സമയം ഏകാഗ്രതയോടെ
പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, ലോകമോ ലോകത്തിൻ്റെ ചിന്തകളും എനിക്ക് വേണ്ട. സ്തോത്രം, എനിക്കൊരൊറ്റ കാര്യം മാത്രം മതി, അവിടുന്ന് എന്നോടൊന്ന് സംസാരിക്കണമേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തോടൊന്ന് ഇടപെടുമാറാകണമേ. സ്തോത്രം, അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് പ്രവേശിക്കുമാറാകണമേ. സ്തോത്രം, ഇന്ന് പകൽക്കാലം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ചിന്ത നമ്മളെ ഞെരുക്കി കളയുവാൻ ഇടയാകരുത്. സ്തോത്രം, വചനം യഥാർത്ഥമായി ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ചിന്തകളെ നമ്മൾ മാറ്റി വെക്കണം. ആമേൻ. പലപ്പോഴും അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, ധനത്തിൻ്റെ വഞ്ചന. സ്തോത്രം, നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്നതാ. ആമേൻ. അതുകൊണ്ട് ഈ മറ്റുള്ള ചിന്തകൾ, ഞാൻ ഇവിടെ നിൽക്കും പറയട്ടെ, ഈ ഭാരവും പ്രയാസവും ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഇവിടെ ഇല്ല. ആമേൻ. ചെറിയവർക്കും വലിയവർക്കും എല്ലാം ഏതെങ്കിലും വിധത്തിലുള്ള, കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പറയാം അവർക്ക് പരീക്ഷയുടെ ടെൻഷനുണ്ട്. ഇപ്പം നേരത്തെ ഇല്ലായിരുന്നു, പരീക്ഷ വരുമ്പോൾ അവർക്കുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പ് പേരൻസിനാണ്, പരീക്ഷ വന്നു കഴിയുമ്പോൾ അവർക്കാണ്. സ്തോത്രം, അവർക്കുണ്ട്. മുതിർന്ന് നോക്കിക്കേ, മുതിർന്നവർക്ക് അവരുടേതായ ടെൻഷനുണ്ട്, ഇനി പ്രായമായവർക്ക് അവരുടേതായ ടെൻഷനുണ്ട്. സ്തോത്രം, എല്ലാവർക്കും അവരുടേതായ പ്രയാസങ്ങൾ. പ്രയാസമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. ഇവിടെ നിൽക്കുന്ന എനിക്കുമുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടേതായ പ്രയാസങ്ങളുണ്ട്. എന്നാൽ സ്തോത്രം, നമുക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഇറക്കി വെക്കുവാൻ കഴിയുന്ന ഒരേ ഒരിടം എന്ന് പറയുന്നത് സ്തോത്രം സർവശക്തനായ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലാണ്. സ്തോത്രം, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ആ ദൈവസന്നദ്ധയിൽ കടന്നു വന്നിരിക്കുന്ന സമയങ്ങളിൽ സ്തോത്രം, ദൈവമേ മറ്റു ചിന്തകളെല്ലാം വെടിഞ്ഞിട്ട് ഏകാഗ്രതയോടെ കർത്താവിൻ്റെ സന്നദ്ധയിലിരുന്ന് വചനം കേൾക്കുവാൻ നമ്മെ തന്നെ കൊടുക്കുന്നുവെങ്കിൽ ഈ കേൾക്കുന്ന വചനങ്ങൾ മുള്ളിനിടയിൽ വീണ വചനം പോലെ വിത്ത് പോലെയാകുകയില്ല. സ്തോത്രം, അത് നമുക്ക് ഏറെ പ്രയോജനമാകും. അടുത്ത ഭാഗം എങ്ങനെ പറയുന്നത്, നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. സ്തോത്രം. അപ്പോൾ നമ്മുടെ ഹൃദയം നല്ല നിലമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തരണം. കേൾക്കുന്ന വചനം, ദൈവവചനം, അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് കൊടുക്കുന്നവരാണ്. ഇതാണ് സങ്കീർത്തനക്കാരൻ 73:24 ആസാഫ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും. സ്തോത്രം, ദൈവിക ആലോചന കേൾക്കുന്നവനെ ദൈവം നടത്തുവാനിടയായി തീരും. അവരുടെ പ്രതികൂലങ്ങളെ ദൈവം തുടച്ചു മാറ്റുവാനിടയായി തീരും. ഞാൻ വിശ്വസിക്കുന്നു, ദൈവികാലോചനയ്ക്ക് ചെവി കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസവും വേദനകളും വന്നു കഴിഞ്ഞാൽ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായി തീരും. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാനിടയായി തീരും. അവർക്ക് വേണ്ടി അവിടുത്തെ അത്ഭുത കാര്യം നീട്ടുവാനിടയായി തീരും. അത് ദൈവികമായ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ വാഴുവാനിടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉപദേശിച്ച്, സ്തോത്രം, ഈ ഉപദേശം കേൾക്കുന്നവർക്കല്ലേ കർത്താവ് ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കുകയുള്ളൂ. ആമേൻ. ആ ഉപദേശം നമുക്ക് ലഭിക്കുന്നത് ഈ വചനത്തിലൂടെയല്ലേ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുവാൻ കഴിയട്ടെ. സ്തോത്രം. ആമേൻ. കർത്താവേ, അവിടുന്ന് എന്നെ ഉപദേശിച്ച നടക്കേണ്ടുന്ന വഴി എനിക്കൊന്ന് പറഞ്ഞു തരണമേ. ആ വചനത്തിന്റെ മുൻപാകെ, കേൾക്കുന്ന ആലോചനയ്ക്ക് മുൻപാകെ ഞാൻ എന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു തരുമ്പോൾ കർത്താവേ, അവിടുന്ന് സ്തോത്രം എനിക്കൊന്ന് വഴികാട്ടിയായി ആ വഴി എനിക്കൊന്ന് കാണിച്ചു തരണമേ. അവിടുത്തെ വഴി ശാശ്വതമായ വഴിയാ. സ്തോത്രം. പെട്ടെന്ന് അവിടുന്ന് വഴികാട്ടിയായിരുന്നാൽ ഉള്ള പ്രത്യേകതയും കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. 1 സങ്കീർത്തനം 78:52 വാക്യം ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 78:52. എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആടുകളെ പോലെ, ഇസ്രായേൽ മക്കളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നമ്മൾ മേഘസ്തംഭം അഗ്നിസ്തംഭം നമ്മുടെ കുറിവാക്യം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ ആടുകളെ പോലെ മരുഭൂമിയിൽ
ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ഈ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തുമ്പോൾ ഒരു പരിപാലനവും കരുതലും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടുന്ന് പരിപാലിക്കും, അവിടുന്ന് കരുതും. 23:1 യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിൽ ഒരു കരുതലിൻ്റെ കരം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് പകൽ പറയട്ടെ, ജീവൻ നൽകി സമ്പാദിച്ച ആട്ടിൻകൂട്ടമാകുന്ന ദൈവസഭയെ പരിപാലിക്കാമെന്നുള്ളത് അവിടുത്തെ വാഗ്ദത്തമാണെങ്കിൽ ഇന്ന് പകൽ പറയാം, ആ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ ആമേൻ സ്തോത്രം, നമ്മെ പരിപാലിക്കുകയും കരുതുകയും ചെയ്യാമെന്നുള്ളത് അവിടുത്തെ വാഗ്ദത്തമാണ്. സ്തോത്രം. അതുകൊണ്ട് വചനം പറയുന്നേ, അവൻ്റെ കയ്യിൽ നിന്ന് ആരും അതിനെ എന്ത് ചെയ്യത്തില്ല, എടുത്ത് കളയുകയില്ല. കാരണം അവിടുന്ന് ജീവൻ നൽകിയ വീണ്ടെടുത്ത്. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവ് ദൈവസന്നദ്ധയിൽ വിലയേറിയതാ. അതിൻ്റെ കാരണം നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുപ്പിരയ്ക്കുന്നതാ നമ്മുടെ അരുമനാഥന്റെ ജീവൻ നൽകിയാകയാൽ അവിടുത്തെ പരിപാലനവും കരുതലും ആസ്വദിപ്പാനും അനുഭവിപ്പാനുമാ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരാട്ടിൻകൂട്ടത്തെ പോലെ മരുഭൂമിയുടെ അവസ്ഥയിൽ ഇസ്രായേൽ മക്കളെ നടത്തിയെങ്കിൽ നമ്മയും അതിശയകരമായി നടത്തി കനാൻ നാട്ടിൽ എത്തിക്കുവാൻ ഈ കർത്താവ് മതിയായവനെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെന്ന് സ്തോത്രം ചെയ്തിട്ട് പറയുവാൻ കഴിയുമോ? ആട്ടിൻകൂട്ടത്തെ പോലെ ഇസ്രായേൽ മക്കളെ നടത്തിയ ദൈവം അതിശയകരമായി എന്നെയും നടത്തുവാൻ, ആമേൻ സ്തോത്രം, എന്റെ സഭയെയും നടത്തുവാൻ ശക്തനായ ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് മുട്ടുവരാതെ ആമേൻ ആ പരിപാലനവും കരുതലും അനുഭവിപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ കരുതലാണ് 23-ാം സങ്കീർത്തനം, അവിടുത്തെ പരിപാലനമാണ് 91-ാം സങ്കീർത്തനം. അങ്ങനെയെങ്കിൽ ഈ ആട്ടിൻകൂട്ടത്തെ പോലെ നമ്മെ ഓരോരുത്തരെയും നടത്തുവാൻ ശക്തനായൊരു കർത്താവ്. ആമേൻ. ആട്ടിൻകൂട്ടത്തിന് ആമേൻ ഇടയൻ്റെ ശബ്ദം നല്ലതുപോലെ അറിയാം. ആമേൻ ഇടയൻ വിളിക്കുമ്പോൾ വചനം പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ അവിടുന്ന് ശ്രദ്ധ വെച്ച ശബ്ദം കേൾക്കുകയാ. ആമേൻ. ഇന്ന് പകൽക്കാലമായി ഇടയൻ്റെ ശബ്ദത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം, അത്ഭുതകരമായി നിന്നെ പരിപാലിക്കുവാനോ നിന്നെ കരുതുവാനും ശക്തനായൊരു ദൈവം വഴികാട്ടിയായി കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഇന്ന് ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കട്ടെ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 16:13 നാം ഇങ്ങനെ വായിക്കുന്നു, അവിടുന്ന് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. സത്യമായവനിലൂടെ സത്യത്തിലേക്ക് വഴി നടത്തുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും നമ്മോട് കൂടെയുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. ഈ ലോകത്തിലെ മനുഷ്യർ അവർ കാണുന്നതെല്ലാം സത്യം എന്ന് പറയുമ്പോൾ അനേകർ സത്യം സത്യമെന്ന് വിളിച്ച് കൂകുമ്പോൾ യഥാർത്ഥമായ സത്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ തക്കവണ്ണം ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും സാന്നിധ്യവും ആമേൻ എന്നോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിനൊന്ന് ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. സകല സത്യത്തിലും വഴി നടത്തുന്ന, തെറ്റിപ്പോകുന്ന ഈ ദുഷ്ട കാലഘട്ടത്തിൽ, ദുഷ്ടലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മെ അതിശയകരമായി അത്ഭുതകരമായി ആ നിത്യതയിലേക്ക് നടത്തുവാൻ കഴിയുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം. പ്രൈസ് ഗോഡ്. ആമേൻ. അതുകൊണ്ടാണ് നാം ഒരു പാട്ട് പാടുമല്ലോ, പരിശുദ്ധാത്മാവാം വഴി കാട്ടി. അല്ലെ, സത്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? നാം ഇവിടെ പാടി കർത്താവിന് മഹത്വം കരയേറ്റുന്നൊരു പാട്ടാണ്. അതെ, സകല സത്യത്തിലും വഴി നടത്തുന്ന ആ ദൈവിക സഹായം ഇന്ന് പകലും നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് കരുതലും അവ കാവലും അനുഭവിക്കുക മാത്രമല്ല, ആ പരിപാലനം അനുഭവിക്കുക മാത്രമല്ല, നിത്യത വരെ നടത്താമെന്നുള്ള ആ വാഗ്ദത്തവും നമ്മുടെ മേൽ ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയണം. അതെ, ഞാൻ ഈ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ സത്യത്തിലൂടെ സത്യത്തിലേക്ക് വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 78-ാമത്തെ വാക്യം പ്രിയപ്പെട്ടവര് ഒരാളൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം. ആ ആ ആ
ആമേൻ, സ്തോത്രം. അടുത്ത കർത്താവിൻ്റെ വഴി നടത്തിപ്പിൻ്റെ ഒരു പ്രത്യേകത, അവിടുന്ന് നമ്മെ നടത്തുന്നത് സമാധാന മാർഗത്തിലാണ്. ആമേൻ. ആ സമാധാന മാർഗത്തിലൂടെയാണ് കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. സ്തോത്രം. ആ സമാധാന മാർഗത്തിലൂടെ നടത്താൻ കർത്താവിന് മാത്രമേ ഇത് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ വചനം പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ആമേൻ. ഈ ലോകത്തിൽ സമാധാനം പറയുവാൻ അനേകരുണ്ട്. പലപ്പോഴും ചില പ്രയാസങ്ങളുടെ മധ്യത്തിൽ, ആമേൻ, സ്തോത്രം, ചില വേർപാടുകളുടെ മധ്യത്തിലൊക്കെ നമ്മൾ പറയും മാനുഷിക വാക്കുകൾക്ക് പരിമിതിയുണ്ട്, മാനുഷികമായി സമാധാനം കൊടുക്കുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, സകല ബുദ്ധിക്കും അപ്പുറമായ ദൈവിക സമാധാനം കേവലം ഒരു സാഹചര്യത്തിൽ മാത്രമല്ല പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നാം കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തിലും സ്തോത്രം, ആരും നമുക്ക് തുണയായിട്ടില്ല എന്ന് തോന്നുമ്പോഴോ, ആരും നമുക്ക് കരുതലായിട്ടില്ല എന്ന് തോന്നുമ്പോഴോ, ഒറ്റവരും ഉടയവരും കൈവിട്ടു എന്ന് തോന്നുന്ന സാഹചര്യത്തിലോ, പലപ്പോഴും നമ്മുടെ വാക്കുകളുടെ മുൻപിൽ നാം പതറിപ്പോകുമ്പോഴോ, ഇന്ന് പകൽക്കാലം പറയാ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുമ്പോൾ ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, അതെ, എന്റെ കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ അവിടുന്ന് നടത്തുന്ന പാത അത് സമാധാന മാർഗത്തിന്റെ പാതയാ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ അവസാനം ഒറ്റ വാക്കും കൂടെ പറഞ്ഞു നിർത്താം. ആമേൻ. 48-ാം സങ്കീർത്തനം എടുക്കണ്ട, 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തിയ കർത്താവ്, ആമേൻ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുള്ള ദൈവിക വാഗ്ദത്തം, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തി. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാ. അവിടുന്ന് സർവശക്തനായ ദൈവമാ, അവിടുന്ന് സർവ്വവ്യാപിയ സർവജ്ഞാനിയ, സകലതും അറിയുന്ന കർത്താവ്, ദൂരത്ത് നിന്ന് നമ്മുടെ നിരൂപണങ്ങൾ ഗ്രഹിക്കുന്ന കർത്താവ്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാ. നാളെക്കുറിച്ച് വിചാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതല്, നാളെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഇന്ന് പകൽക്കാലം ദൈവികാലോചന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്തുന്നത് നമ്മെ ജീവപര്യന്തം അതിശയകരമായി അത്ഭുതകരമായി നടത്തുവാൻ ശക്തനായവൻ ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സമാധാന മാർഗത്തെ നമ്മെ നടത്തുവാൻ ശക്തനായ കർത്താവ്, സകല സത്യത്തിലും വഴി നടത്തുവാൻ ശക്തനായവൻ, അവൻ ജീവപര്യന്തം അതിശയകരമായി നടത്തുവാൻ ശക്തനായവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാ വചനം വീണ്ടും പറയുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും നിന്റെ മഹത്വത്തിലേക്ക്. അവൻ ജീവപര്യന്തം നടത്തുക മാത്രമാണോ? അല്ലേ, അല്ല. അനുഗ്രഹിക്കപ്പെട്ട തേജസ്സിന്റെ അനുഭവത്തിലേക്ക്, ഈ ലോകത്തിലെ സകല സമാധാനവും നമ്മെ സകല ഹെൽപ്പുകളും ഈ ലോകം കണ്ട് അവസാനിക്കുമ്പോൾ, സ്നേഹവും കല്ലറ കൊണ്ട് തീരുമ്പോൾ, പകൽക്കാലം പറയാം, നമ്മെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇന്ന് പകലും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചാട്ടെ. അവൻ ഒന്ന് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞിട്ട്, കർത്താവേ, അവിടുത്തെ മോചനത്തിന്റെ മുൻപാകെ ഞാൻ എന്നെ ഒന്ന് സമർപ്പിക്കുകയാ. ഒരു വഴികാട്ടിയായി എന്നെ മരുഭൂമിയും നടത്തുവാൻ ശക്തനായവൻ, ഇസ്രായേൽ മക്കൾക്ക് മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായി കൂടെയിരുന്ന ആ ദൈവിക സാന്നിധ്യം ഇന്ന് പകൽക്കാലം എന്നോട് കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. കേവലം ഈ മരുഭൂമിയിൽ അതിശയകരമായി നടത്തുക മാത്രമല്ല, അത്ഭുതകരമായി നടത്തുക മാത്രമല്ല, ജീവപര്യന്തവനെ നടത്താമെന്ന് അവിടുത്തെ സ്തോത്ര വാഗ്ദത്തമാകുക. ആലോചനയ്ക്ക് മുമ്പാകെ എന്നെ ഏൽപ്പിച്ചു തരികയാ. ആ മഹത്വത്തിലേക്ക് കൈക്കൊള്ളാമെന്നുള്ളത് എനിക്കുള്ള വാഗ്ദത്തമാകയാൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരികയാ. ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ദൈവമക്കൾ ഒരു നിമിഷം കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട്, ഇന്ന് പകൽക്കാലവും അവ ആ സന്തോഷത്തിന്റെ പരിപൂർണ്ണം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. നിരാശകൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ. അതിശയകരമായി നടത്തുന്ന ദൈവിക സാന്നിധ്യം, ആ സമാധാനം നമ്മുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് വാഴുവാൻ ഇടയാകട്ടെ. ഇന്ന് പകൽക്കാലം രോഗങ്ങൾ സൗഖ്യമാകട്ടെ, വിടുതലിന്റെ കാര്യം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കട്ടെ, ദൈവപ്രവൃത്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. അവ നിരാശയോടെ കടന്നു വന്നവർ സന്തോഷത്തോടെ കടന്നു
കടന്നു പോകുവാൻ ഇടയാകട്ടെ. അവൻ ബലമില്ലാതെ ബലഹീനരായി കടന്നു വന്നവൻ ഗിദെയോനോട് പറഞ്ഞതുപോലെ ഈ ബലത്തോടെ കടന്നു പോകുവാൻ ഇടയാകട്ടെ. ദൈവ പ്രവർത്തി കണ്ട് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നിന്റെ അത്ഭുതങ്ങളെയൊക്കെ ഞാൻ വർണ്ണിക്കുമെന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു ദൈവ പ്രവർത്തി ഇന്ന് പകൽക്കാലവും വെളിപ്പെടുവാനിടയാകട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്നു. ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. പ്രതികൂലങ്ങളുടെ മേൽ, പ്രതിസന്ധികളുടെ മേൽ അധികാരമുള്ളവൻ ഇന്ന് പകൽ അവൻ ജനത്തിന്റെ ഹൃദയങ്ങളെ സമാധാനം അരുളട്ടെ, സമാധാന മാർഗത്തിൽ നടത്തുവാൻ ഇടയാകട്ടെ. ആട്ടിൻകൂട്ടത്തെ പോലെ തന്നെ ജനത്തെ പരിപാലിക്കുന്നവൻ ഞങ്ങളെ ജീവൻ തന്ന് വീണ്ടെടുത്ത യേശുവേ. ആമേൻ. Hallelujah. Thank you, Lord. കർത്താവേ, തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുക. ഇന്ന് പകൽക്കാലം അവിടുത്തെ വിടുതലിന്റെ കരം നീട്ടിയിരിക്കുന്ന അത്ഭുതകരമായി വഴി നടത്തുമെന്ന് അവിടുത്തെ വാക്കും കേവലം ഈ ഭൂമി മാത്രമല്ല നാഥ, ആ നിത്യത വരെ, ആ മഹത്വം വരെ ഞങ്ങളെ സ്വീകരിച്ചു കൊള്ളാമെന്ന്, കൈക്കൊള്ളാമെന്ന് അവിടുത്തെ വാഗ്ദത്തമാക്കിയാൽ ആ വാഗ്ദത്തത്തിന് മുൻപാകെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വചനപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ദൈവികാലോചനയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചു കൊടുത്ത് ഞങ്ങളെ തന്നെ മുറ്റുമായി അവിടുത്തെ കരങ്ങളിലേക്ക് തരികയെന്നാഥ. അവിടുത്തെ വഴി നടത്തണമേ. അവിടുത്തെ ആലോചനയ്ക്ക് മുമ്പാകെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. തുറന്ന് നാം തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമേശയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസന്മാരെല്ലാവരും മുമ്പോട്ട് കടന്നു വരാം. ഇതിൽ നിന്ന് പങ്കാളികളാകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ദൈവസന്നിധിയിൽ നിമിഷം എഴുന്നേറ്റ് നിൽക്കാമല്ലോ. നമുക്ക് ഒരുമിച്ച്